CMA വിസ ഫസ്റ്റ് ചൂസ് ചെയ്യാനുള്ള റീസൺ എന്താ പറഞ്ഞാൽ, ഒന്ന് പീരീഡ് ഭയങ്കര ഷോർട്ടാണ്. വേറെയും കോഴ്സസ് നോക്കിയിരുന്നു, പക്ഷേ ഒന്ന് 1 ഇയർ കോഴ്സാണെന്ന് അറിഞ്ഞു, പിന്നെ 2 എക്സാംസ് ആണ്. അപ്പോൾ ഇതെല്ലാം ഒരു നമുക്ക് കുറേ കൂടെ ചെയ്യാനൊരു ഇത് തോന്നി. പിന്നെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നോക്കിയിട്ട് കുറേ കൂടെ എനിക്ക് പ്രിസൈസ് ആയിട്ടൊരു ഉത്തരം തന്ന് വെച്ചിട്ട് റിപ്ലൈ ചൂസ് ചെയ്തതാണ് ഞാൻ. അപ്പം പിന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസും കൂടുതലാണ്. ഇപ്പം ഒരുപാട് കേരളത്തിലാണെങ്കിലും ഒത്തിരി പേരത് ചെയ്ത് ഒരുപാട് സ്ഥലത്ത് ജോലിക്ക് കയറുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ CMA വിസ ചൂസ് ചെയ്തത്. CMA വിസ കുറേ കൂടെ എല്ലാ റീജിയനിലും, അതായത് ഇപ്പോൾ ഗ്ലോബലി അത് ആക്സെപ്റ്റഡ് ആയതുകൊണ്ട് UAE പോലത്തെ സ്ഥലങ്ങളിൽ പോയി വർക്ക് ചെയ്യണമെന്നൊരു താല്പര്യം ഉള്ളതുകൊണ്ട് ഈ CMA വിസ ചൂസ് ചെയ്യാനുള്ളൊരു മറ്റൊരു കാരണം ഞാൻ BCom പിന്നെ MBA കഴിഞ്ഞിട്ടാണ് CMA വിസ ചൂസ് ചെയ്യുന്നത്. അത് ഒന്ന് ഒരു പ്രൊഫഷണൽ കോഴ്സാണ്, പിന്നെ ആ കോഴ്സിൻ്റെ ഒരു ഗ്ലാമർ ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് കുറേ കൂടെ സ്റ്റാറ്റസ് എല്ലാം വരും, എല്ലാ ഫാക്ടേഴ്സും ഉണ്ട്, ഫൈനാൻഷ്യൽ ഫാക്ടറുണ്ട്, പിന്നെ സ്റ്റാറ്റസ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടാണ് ഒരു നല്ലൊരു ഓപ്ഷൻ എന്നുള്ള രീതിയിൽ CMA വിസ എടുക്കുന്നത്. 8th സ്റ്റാൻഡേർഡ് മുതലേ കൊമേഴ്സ് എന്നുള്ളൊരു ബാക്ക്ഗ്രൗണ്ടിൽ പോകണമെന്നായിരുന്നു അന്ന് മുതലുള്ള എൻ്റെ ആഗ്രഹമാണ്. മെയിനായിട്ട് എൻ്റെ അമ്മ കൊമേഴ്സ് ടീച്ചറാണ്, +2 അക്കൗണ്ട്സ്. അപ്പോൾ അത് ഒത്തിരി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു.